ഹലോ മൈ ഫ്രണ്ട്സ്, ഹവിയോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് സയൻസ് ൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, അതിന്റെ അല്ലെങ്കിൽ തന്നെ ഏതൊക്കെ സോഴ്സിൽ നിന്നിട്ടാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് SCRT അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനി പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒത്തിരി സമയം പോകും. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ടിട്ട് പഠിക്കരുത്, അതുകൂടാതെ സെൽഫ് ക്ലാസ് കൂടെ പഠിക്കേണ്ടതാണ്. അതായത് സെൽഫ് ക്ലാസ് മീൻസ് സെൽഫ് ആയിട്ടൂടെ പഠിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് എന്നിട്ടുള്ള കാര്യമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഇപ്പം ഇവിടെ കൂടുതലും ഇപ്രാവശ്യത്തെ ചോദ്യങ്ങൾക്ക് ബയോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബയോളജി അല്ലെങ്കിൽ നമുക്ക് 6 മാർക്കാണല്ലോ വരുന്നത്. അപ്പൊ ഈ 6 മാർക്കിനകത്ത് 9th സ്റ്റാൻഡേർഡ് ബയോളജിക്കും 8th സ്റ്റാൻഡേർഡ് ബയോളജിക്കും 10th ബയോളജിക്കുമാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ പോയിന്റ്സ് ആരെങ്കിലും പറയുന്നത് മാത്രം പഠിച്ചാൽ പോരാ, അത് എവിടെ നിന്നിട്ടാണ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്, ആ സോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ ഫുൾ ആയിട്ട് പഠിക്കുക. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കാരണം ഇപ്പോഴത്തെ PSCയുടെ ഈ ടൈപ്പിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടു കാണും, ഒരു ചാപ്റ്ററിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഏരിയാസ് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് 3 മാർക്ക് അവിടെ തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതാണ് ബയോളജിക്കകത്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എക്കണോമിക്സിന്റെ ആയാലും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ ചാപ്റ്ററിൽ നിന്നിട്ടാണ് 3 ചോദ്യങ്ങളോളം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒറ്റ ഒരു കണക്റ്റഡ് പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ ചോദ്യങ്ങളും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെയിൻസ് പരീക്ഷയാണ്. അപ്പൊ മെയിൻസ് പരീക്ഷ ആകുമ്പോൾ നമ്മൾക്ക് 3 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പോയിന്റ്സ് വരുന്നുണ്ട് ഓപ്ഷനകത്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ. അപ്പൊ പ്രിലിംസ് പരീക്ഷ പോലെ ഈ നമ്മൾ കണക്റ്റഡ് പഠിക്കുന്ന സമയത്ത് ഇവിടെ കിട്ടാത്തതിന്റെ കാര്യം എന്താണ്? അവിടെ ഉള്ള ഓൾമോസ്റ്റ് ഫാക്ട്സ് നമ്മൾ ആ ചോദ്യത്തിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത ഏരിയ എടുക്കുക മാത്രമേ ഉള്ളൂ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അടുത്തടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്, അല്ലാതെ ആരുടെയും കുറ്റമല്ല. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പരീക്ഷയ്ക്കും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ ഇതിനിടയിൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഉള്ളത്, ഇതിനിടയിൽ 2 പരീക്ഷ നടന്നിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ബയോളജിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്നതാണ് ഈ പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ തകരാറ്. അത് 9th ബയോളജിയിലാണ് വന്നിരിക്കുന്നത്, ചാപ്റ്റർ 4 ആണ്. ഇനി വിസർജനം സമസ്ഥിതി പാലനത്തിനകത്ത് ചാപ്റ്റർ 5. ഇനി നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഓൾറെഡി പല രീതിയിലായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്നുകൂടെ നോക്കിയിട്ട് പോകണം. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം മാത്രം പഠിച്ചിട്ട് പോകരുത്. അതുപോലെ യൂറിയ നിർമ്മാണം, ത്വക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം എന്താണ് വിയർപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ശരീരത്തിന്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദഹന വ്യവസ്ഥയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആ സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഐഡിയ നമ്മുടെ തലയിലേക്ക് കയറിയെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷ കൊണ്ട് ഒത്തിരി നമുക്ക് ആലോചിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? വ്യക്തമായിട്ടുള്ള അറിവ് വേണം. അപ്പൊ ആ ശ്വാസകോശം, കരള്, വൃക്ക, ത്വക്ക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നിട്ടുള്ളത്, അവ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അത് ശരിയാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വിയർപ്പ് രൂപപ്പെടല്, നെഫ്രോണിന്റെ ഘടന, അതിന്റെ ആ ഒരു ഷേപ്പ്, പിന്നെ വൊമാൻ സ്പേസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അരിപ്പ പോലെ ഇരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ അതെല്ലാം നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിരുത്തി തന്നെ വായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം വായിക്കാൻ വേണ്ടിയിട്ട്. ഈ അവസാന നിമിഷം നമ്മൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഫോക്കസിലാണ് നമ്മുടെ മാർക്ക് 10 മാർക്ക് കൂടാനും കുറയാനും ചാൻസ് എടുക്കുന്നത്. അപ്പൊ അത് ആ രീതിയിൽ വേണം നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് ഓരോ നിമിഷവും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊന്നും കണ്ടിട്ട് വെപ്രാളം പിടിക്കാതെ ആ ചാപ്റ്റർ എടുത്തിട്ട് സമാധാനപൂർവ്വം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൈൻഡ് പിന്നെ അവിടുന്ന് ആ ഒരു പാതയിൽ നിന്ന് വെപ്രാളപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ടൈം കുറെ കൂടെ എടുക്കും. അത് നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ഓർമ്മ വെച്ചിട്ട് വേണം ഓരോ ടോപ്പിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലാതെ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ വെപ്രാളം പിടിപ്പിക്കരുത്. കാരണം മനസ്സിനെ വെപ്രാളം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം കാം ആണെങ്കിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല നിങ്ങളുടെ മൈൻഡ് കാമിങ് ആവുന്ന സൂത്തിങ് മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ബോറടിക്കുന്ന സമയത്ത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു 20 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ 1 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വീണ്ടും ഫുൾ എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ കുത്തിയിരുന്ന് പഠിക്കരുത്. അപ്പൊ നമുക്ക് തന്നെ അങ്ങ് ഡെസ്പ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. ശരിക്കും പഠിക്കുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി വേണം പഠിക്കാൻ വേണ്ടി.
വേണ്ടിയിട്ട്. അപ്പൊ ഈ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വെപ്രാളം കൊണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്ക് പോകുന്നത്. മാർക്ക് പോകുന്നതല്ല, നമ്മൾക്കത് അറിയാം, പക്ഷെ പൂർണ്ണമായിട്ട് അറിയത്തില്ല. അങ്ങനെയാണ് മൈനസ് മാർക്കിന്റെ കൂടുതലും കളി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൂടെ നോക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമീബ, മണ്ണിര തുടങ്ങിയ ജീവികളിലെ എങ്ങനെയാണ് വിസർജനം നടക്കുന്നത്, പിന്നെ മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, പിന്നെ അവിടെ ഒരു ബോക്സിനകത്ത് ഒരു മഞ്ഞ കളറിൽ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. എത്ര ഇത് ഫിൽട്രേറ്റിൽ നിന്നിട്ടാണ് ഇത് ഉണ്ടാവുന്നത്, എത്ര ഒരു മിനിറ്റ് പിന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് വൃക്കയിൽ കൂടെ കയറി ഇറങ്ങും, അങ്ങനത്തെ ഒരു കണക്കുണ്ട്. ഓൾറെഡി അത് PYQ ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം അതിനകത്ത് എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒരു പെർസെൻറ്റേജ് വൈസ് ആയിട്ട് നമുക്ക് ആ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നോക്കാം. പിന്നെ ഏറ്റവും ബെറ്റർ എന്താ, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടും ഇല്ലെങ്കിൽ പോലും സമഗ്രയുടെ സൈറ്റിൽ നിന്നോ എന്ത് ചെയ്യാവുന്നതാണ്, ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കൃത്യമായിട്ട് പഠിക്കുക. കാര്യം ഈ PSC ചോദിച്ചിരിക്കുന്ന അവിടുന്ന് ഇവിടുന്നുമായിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ നീങ്ങുന്നതാണ് നമ്മൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വൃക്ക രോഗങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, യുറീമിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊന്നും വൃത്തിയായിട്ട് അതും ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും വൃത്തിയായിട്ട് സമാധാനത്തോടെ വായിച്ച് ഏത് രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹീമോഡയാലിസിസ്, അവിടെ നമ്മൾക്ക് കൃത്രിമമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി സസ്യങ്ങളിലെ വിസർജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ്യരന്ധ്രം വഴിയിട്ടും ലെൻഡിസെൽ വഴിയിട്ടും ഒക്കെ ഉണ്ട്. അതും ജസ്റ്റ് ഇച്ചിരിയേ ഉള്ളൂ കണ്ടന്റ്. അത് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് ചെയ്തതിന് ശേഷം നിങ്ങളത് ചെയ്യുക. ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വെപ്രാളം പിടിക്കരുത്. ഞാൻ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പുകവലി മൂലമുള്ള ആ ഒരു സംഭവങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇനിയും ചലനം ജീവശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മിനുസപേശി, ഹൃദയപേശി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഖാദി ബോർഡ് LDCക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൂടാതെ ഈ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഈ റെഡ് ഇങ്കിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ഓൾറെഡി വന്നിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. പിന്നെ ഈ സ്റ്റിറോയിഡിന്റെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. അതും PYQ ആണ്. അതായത് ഇതിന്റെ കണക്റ്റഡ് പോയിന്റ് പഠിക്കുമ്പം ഈ മിനുസപേശി, ഹൃദയപേശി പഠിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്യരുത്. പകരം ഈ വ്യായാമത്തിന്റെ പ്രാധാന്യം, നൃത്ത പേശികൾ, മടക്കൽ പേശികൾ, പ്രതിദ്വന്ദ്വ പേശികൾ എന്നിവയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, അതുകൂടെ പഠിച്ചു വെച്ചേക്കാണ്. ഇനി നമുക്ക് വിജാഗിരി സന്ധി, ഗോളന സന്ധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സെയിം. അതായത് ഈ പരീക്ഷയ്ക്ക് തന്നെ വന്ന ചോദ്യമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 6 തന്നെ അടുത്തതെന്ന്. ഈ അക്ഷാസ്തി കൂടം അനുബന്ധാസ്തി കൂടം വന്നിരിക്കുന്നതും ചാപ്റ്റർ 6 നിന്നിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഖാദി ബോർഡിനും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതാണ്, അതും നമ്മൾ കൃത്യമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ ആ ചാപ്റ്ററിൽ മിനിമം 3 ക്വസ്റ്റ്യൻസ് ആണ് ചില ക്വസ്റ്റ്യൻ ബയോളജിക്ക് അത് പ്രത്യേകിച്ച് ചോദിക്കുന്നത്. ബയോളജിക്ക് മാർക്ക് കൂടുതലുള്ളതുകൊണ്ട്. ഇനി ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ചാപ്റ്റർ 6 തന്നെ 9th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കണം എന്നിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് പറഞ്ഞത്. ഇനി ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഇനി ചോദ്യങ്ങൾ വരാനുള്ളത് എന്താണ്, ഈ വലയപേശികൾ, ദീർഘപേശികൾ, മണ്ണിര പോലെയുള്ള സംഭവങ്ങൾക്കകത്ത് എന്താണ് വരുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി അസ്ഥികളുടെ സ്ഥാനഭ്രംശം, സന്ധിവാദം, അസ്ഥികളുടെ ഘടന, സൈനോവിയൽ സ്തരം, ആന്തര അസ്ഥികൂടം, ബാഹ്യാസ്ഥികൂടം, അങ്ങനെയൊക്കെയുള്ള ജീവികളുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾക്ക് ഇനി എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അത്ര അധികം കയറി അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ അസ്ഥികളുടെ സ്ഥാനഭ്രംശവും അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും നിങ്ങൾ അത് ഒന്നുകൂടെ വൃത്തിയായിട്ട് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതോടെ ഒന്ന് പഠിച്ചു പോകണം. ഇതിനും ഏകദേശം ഒരു അരമണിക്കൂർ നിങ്ങൾ കൊടുക്കുക. കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അപ്പം നമ്മൾക്കിനി ആകെപ്പാടെ ഇത് മാത്രമാണ് അവിടുന്ന് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ റെഡിങ്ങിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിനാണ് ഇനി ചാൻസ് കൂടുതൽ. കണക്റ്റഡ് പോയിന്റ്സ് പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്നിട്ടല്ല, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് പഠിക്കുക. ദാറ്റ് ഇസ് കണക്റ്റഡ് പോയിന്റിന്റെ അർത്ഥം മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിട്ട്. ഇനിയും ഈ അയോട്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അത് ചാപ്റ്റർ 3 മാത്രം നമ്മൾ നോക്കിച്ചാൽ പോരാ, ഇതിനേക്കാൾ കുറച്ചുകൂടെ 7th സ്റ്റാൻഡേർഡിൽ കിട്ടും. അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്.
മനസ്സിലായി. ഇനി ദഹന വ്യവസ്ഥയ്ക്കകത്ത് ദഹന വ്യവസ്ഥ റിലേറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ 9th സ്റ്റാൻഡേർഡ് ബയോളജി. അതുപോലെ തന്നെ 7th സ്റ്റാൻഡേർഡിലും അന്നപദം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതും വായിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്രാവശ്യത്തെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നാണ് കുറച്ചുകൂടെ ഡയറക്ട്ലി ആൻസർ കിട്ടുന്നത്. ബിക്കോസ് ഈ വിയർപ്പിന്റെ കാര്യങ്ങൾ ഡയറക്ട്ലി ഈ അന്നപദത്തിനകത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ചാപ്റ്ററിനേക്കാൾ കൂടുതൽ റെഫറൻസ് ഇതിനകത്താണ് 7th സ്റ്റാൻഡേർഡിലാണ് കുറച്ചുകൂടെ റെഫറൻസ് പറ്റുന്നത്. അപ്പൊ ഈ ഹൃദയം റിലേറ്റ് ചെയ്തും അന്നപദം റിലേറ്റ് ചെയ്തും 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റും കൂടെ നിങ്ങളൊന്ന് വായിക്കണം. അതായത് സിമ്പിൾ ആയിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ചിലരെ സംബന്ധിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അതുകൊണ്ടൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഈ 2 ചാപ്റ്ററിനകത്തും എന്തുണ്ട്, പല്ലുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അഗ്രചർവണം ചർവണകം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് രണ്ടും കൃത്യമായിട്ട് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. സോ ദഹന വ്യവസ്ഥയും മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരാനുള്ള ചാൻസ് കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. തന്നെ ആഗിരണം, സാംശീകരണം, വിസർജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി PYQ ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. അന്ന് പിന്നെ ഇങ്ങനെ ആരോ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. വൻകുടലിൽ നടക്കുന്ന ആ ഒരു രാസപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഇതും നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ദഹന വ്യവസ്ഥ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇതെല്ലാം ഞാൻ അടുത്തടുത്ത് കാണിക്കും, നിങ്ങൾ ടെൻസ്ഡ് ആവരുത്. കാരണം ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റിവിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. വെപ്രാളം പിടിക്കരുത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിട്ടുള്ള ധൈര്യം കൊടുത്തു വേണം മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3യിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് പ്രമേഹം ടൈപ്പ് 1 ടൈപ്പ് 2 ഇതൊക്കെ എന്താ സ്ഥിരം ചോദിക്കുന്ന കണ്ടന്റ്സ് ആണ്. ഇത് കൂടാതെ ഈ പീറ്റ്യൂട്ടറി ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഓൾറെഡി ഇതൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കും. സോ ഇതൊക്കെ ഒന്നുകൂടെ ഉറപ്പിച്ചു പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇനി തൈറോക്സിന്റെ ധർമ്മങ്ങൾ റിലേറ്റ് ചെയ്തത്, ഇൻസുലിന്, ഗ്ലൂക്കഗൺ തുടങ്ങിയവയുടെ പ്രവർത്തനം, പാൻക്രിയാസ്, ഹൈപ്പോ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ്, ഗോയിറ്റർ, നമുക്ക് അതുപോലെ തന്നെ മിക്സഡിമ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ വന്നിട്ടില്ലേ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ പഠിക്കണം. അതായത് പീറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അത് റിലേറ്റ് ചെയ്ത് ഓൾറെഡി ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്, ഇതെല്ലാം ഞാൻ അതായത് 2023 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. കാര്യം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ വന്നിട്ടുള്ളതാണ്, അത്യാവശ്യം ഹൈപ്പോതലാമസിൻ്റെതായാലും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫ്രണ്ട് തലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതായാലും നമ്മളുടെ ഈ ജലത്തിന്റെ കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായാലും അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളതാണ്. ഈ 2023 വെബ്കോ VFA പരീക്ഷകൾക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടെ കണക്കിലെടുത്തിട്ട് വേണം ഈ ചാപ്റ്ററിനകത്ത് പഠിക്കണോ വേണ്ടോ എന്ന് കരുതണം. ഇത് കംപ്ലീറ്റ്ലി A to Z കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി അരച്ചു കലക്കി പഠിക്കേണ്ട സംഭവങ്ങളാണ്. ഒരു മാർക്ക് പോലും അതിനകത്ത് നഷ്ടപ്പെടരുത്. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, അപ്പൊ അവിടെ നമ്മൾക്ക് 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 13 ആണ് വരുന്നത്. അവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പോഷണ തലങ്ങൾ ഓൾറെഡി 2021 LGS വന്നിട്ടുള്ളതാണ്. ദെൻ ഉപഭോക്താക്കൾ, അതായത് പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, അതൊക്കെ ജസ്റ്റ് സമാധാനമായിട്ട് വായിച്ചു പഠിക്കുക. പിന്നെ ജീവി ബന്ധങ്ങൾ, അതായത് ഇരവിടുത്തം, പരാത ജീവനം, കമൻസൽസം തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഇതിനകത്ത് പഠിച്ചു വെക്കണം. ഈ കമ്മ്യൂണിറ്റി ഇത് മാത്രം ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ മാത്രം പഠിച്ചിട്ട് പോകരുത്, ബാലൻസ് കൂടെ അതിനകത്ത് പഠിച്ചു വെക്കണം. അവിടെ തന്നെയുണ്ട് അന്താരാഷ്ട്ര സംഘടനകൾ വരുന്നുണ്ട്, WWFൻ്റെതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, പരിസ്ഥിതി സംഘടനകളുമായി ബന്ധപ്പെട്ട അതെല്ലാം അവിടെ തന്നെ വരുന്നുണ്ട്. ഇനി യോജക കലകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 8th സ്റ്റാൻഡേർഡ് സയൻസിൽ ചാപ്റ്റർ 2ലാണ്. അവിടുത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, അവിടെയും നമ്മൾക്ക് 2 ചോദ്യങ്ങൾ ആക്ച്വലി വന്നിട്ടുണ്ട്. അതായത് ഈ പിന്നെന്താണ് സ്നായുക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടല്ലോ, സ്നായുക്കള്, ടെൻഡൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് പീസിലെ ട്രെൻഡിങ്, ഇതിലെല്ലാം എന്താണ് യോജക കല റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് സൈലം, ഫ്ലോയം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും സംവഹന കലകളും അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് A to Z വിത്തുകോശങ്ങളുടെ ക്വസ്റ്റ്യൻസ് പണ്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മെരിസ്റ്റമിക കലകള് അതെല്ലാം ആ ചാപ്റ്ററിനകത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇനിയും ലൈസോസോം, ലൈസോസൈം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള GK ആണ് എങ്കിൽ പോലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ശബ്ദ തരംഗങ്ങൾക്ക് അത് ഇപ്രാവശ്യം പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു.
അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് സമുദ്രജലത്തിലെ ശബ്ദം എത്രയാണ്, അല്ലെങ്കിൽ ഇനി ഹീലിയത്തിലേത് ചോദിക്കാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ജലത്തിലേത് എത്ര വരുന്നുണ്ട്, അങ്ങനെയുള്ള ചോദ്യത്തിനകത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് തരംഗ ചലനം എന്ന് പറഞ്ഞിരിക്കുന്ന 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7ലാണ് വന്നിരിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇനി നമ്മൾക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് അനുപ്രസ്ഥ തരംഗങ്ങൾ, അനുദൈർഘ്യ തരംഗങ്ങള്, പിന്നെ അവിടുത്തെ ആവൃത്തിയും പീരീഡും തമ്മിലുള്ള ബന്ധങ്ങള്, പിന്നെന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ, സീസ്മിക് തരംഗങ്ങൾ, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടണം. സോണാറിന്റെ ഫുൾ ഫോം എന്താണ്, ഗോൾ ഗുംബസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പിന്നെ അവിടുന്ന് ഒരു എക്കോ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അതിനകത്തൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം കൂടെ പഠിക്കണം. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്കകത്ത് വന്നാണ് ആ ഒരു എക്കോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ SCERT-ക്കകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് തന്നെ അതൊന്നും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിക്കണം. അതേ ഉള്ളൂ അർത്ഥം. ഈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മളങ്ങ് ടെൻസ്ഡ് ആയി പോകും. എന്നാലും ചിലരെ സംബന്ധിച്ച് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അത് അറിയത്തില്ല. അപ്പൊ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡ്. ഫിസിക്സിന് കൂടുതലും ഇമ്പോർട്ടൻസ് ഇവിടെ 9th സ്റ്റാൻഡേർഡിലാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് വന്നിട്ടുണ്ട്. മാസ്, പിണ്ഡം എന്നൊക്കെ പറഞ്ഞു ഒരെണ്ണം വന്നിട്ടില്ലായിരുന്നു. അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ജിയുടെ വാല്യൂസ്, ഇനി അതിനകത്ത് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇനി ഗതികോർജം, സ്ഥിതികോർജം തുടങ്ങിയവ ഏതുണ്ട് 9th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 5 വരുന്നുണ്ട്. ചാപ്റ്റർ 5 ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത്. അപ്പൊ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക്കിനകത്ത് കോമൺ ആയിട്ട് വന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കൈനറ്റിക് എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അത് ഇച്ചിരി അഡ്വാൻസ് ലെവലിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ക്ലാസ് ഞാൻ ചെയ്തു തരാം. ദെൻ അതുകൂടാതെ നമ്മൾക്ക് ഇപ്രാവശ്യം ടച്ച് ചെയ്യാത്തതും പണ്ടൊക്കെ ടച്ച് ചെയ്തിട്ടുള്ളതാണ് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, ശ്രേണി രീതി. ഇപ്പൊ ഇനിയിപ്പം പരീക്ഷയ്ക്കകത്ത് ഫിസിക്സിനകത്ത് ആകെപ്പാടെ നമുക്ക് 3 മാർക്കേ ഉള്ളത് കൊണ്ട് ഫുൾ മാർക്ക് കിട്ടേണ്ടവർ എന്തുകൂടെ നോക്കി വെക്കേണ്ടതാണ്, ഈ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഘടിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനൂടെ ആ ഒരു കണ്ടന്റൂടെ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു കണ്ടന്റൂടെ വായിക്കണം. അതാണ് പ്രത്യേകത. കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 എണ്ണം ഒന്നിച്ചൊന്ന് ചോദിക്കും. അതാണ് ഇപ്പോഴത്തെ BSc ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് സമാധാനപൂർവ്വം നിങ്ങൾ പഠിക്കണം. കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് സ്വന്തമായിട്ട്, അതായത് എന്തൊക്കെ ക്ലാസ് ഉണ്ടെങ്കിലും നമ്മൾ സെൽഫായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലൂടെ പഠിച്ചു വെക്കണം. അത് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് SCERT, NCERT കണ്ടന്റ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസോടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇപ്പൊ നമ്മളുടെ വിചാരമാണ് അവരെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്താണ്, ഒരാളിങ്ങനെ പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഓരോന്നും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. പക്ഷെ ഇത് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നീങ്ങാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്നത്. ഇതിനകത്ത് ഇനി കുറെ കണ്ടന്റ്സ് ഉണ്ട്. ഞാൻ കുറെ ടൈം എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു തന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള റെഫറൻസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, ഇനി ടെൻഡനും സ്റ്റായിക്കുളും എന്താണ് 8th സ്റ്റാൻഡേർഡിൽ സയൻസിനകത്ത് തന്നെ വരുന്ന ആ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഇനി ലായനി എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ടും BYQ തന്നെയാണ്. ഇനി ആ ലായനിക്കകത്ത് നമ്മൾക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം BFA വെബ്കോ പരീക്ഷയ്ക്കകത്ത് ഉണ്ടായിരുന്നു ഈ അപൂരിത ലായനി എന്നൊക്കെ പറഞ്ഞിട്ട്, പൂരിത ലായനി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ഭിന്നാത്മക മിശ്രിതം, ഏകാത്മക മിശ്രിതം, ഇതൊക്കെ നമ്മൾക്ക് അറിയാമെങ്കിലും പരീക്ഷാ ഹാളിൽ നമ്മൾക്ക് അത്ര കോൺഫിഡന്റ് കിട്ടാത്ത ടോപ്പിക്കാണ്. എത്ര പഠിച്ചു കഴിഞ്ഞാലും ഇതൊന്നും അത്ര കോൺഫിഡന്റ് കിട്ടത്തില്ല. അങ്ങനെയാണ് ആ ഒരു ടോപ്പിക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് അഡീഷണൽ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുകൂടെ പഠിക്കണം. ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും, ക്ലോറിനകത്ത് എത്ര ppm ഉണ്ട്, വെള്ളത്തിനകത്ത് എത്ര, ക്ലോറിൻ വാട്ടറിൽ എത്ര രീതിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇത് കൂടാതെ മൊളാലിറ്റി എന്താണ്, മൊളാലിറ്റി എന്താണ്, നോർമാലിറ്റി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൂടെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം അതൊക്കെ
ഇതൊക്കെ നമുക്ക് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ്. അതൊക്കെ നമുക്ക് അറിയത്തില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മാത്രം മിസ്റ്റേക്ക് ആണ്. അതായത് പരീക്ഷ കഴിഞ്ഞ് നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആരുടെ തെറ്റ് പറയാൻ പറ്റും? നമ്മളുടെ മാത്രമേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ റെഫറൻസ് ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അവസാന നിമിഷം ഇതൊക്കെ പറ്റും, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒരു നോട്ടം, നിങ്ങളുടെ ഒരു ഫോക്കസ് ഒക്കെ അതിനകത്ത് കിട്ടിച്ചാൽ മാത്രം മതി. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കൊക്കെ വിത്തിൻ 5 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ് എങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എക്കണോമിക്സും വന്നിരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പം മാർക്ക് അത് പല കുട്ടികൾക്കും കയറാത്തതിന്റെ കാര്യം എന്താണ്? PSCയുടെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നടത്തിയിരിക്കുന്ന പരീക്ഷകളുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ, 3 ചോദ്യം അങ്ങ് ചോദിക്കുക. ആ ചാപ്റ്റർ നമ്മളുടെ കഷ്ടകാലത്തിന് വിട്ടതാണെങ്കിൽ നമ്മുടെ ആ മാർക്ക് ഗോവിന്ദ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല. ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഉപേക്ഷിക്കും. പക്ഷെ അവിടെയാണ് ശരിക്കും ഇപ്രാവശ്യം ചിലർക്ക് പണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് തിരുവനന്തപുരം ഖാദിയുടേതും അതുപോലെ തന്നെ അതിനുശേഷമുള്ള LDC എല്ലാം കണക്റ്റഡ് പോയിന്റ്സ്, GKയുടേതും കറണ്ട് അഫേഴ്സും സയൻസിൻ്റെതും കൊടുക്കുന്നുണ്ട്. ഇന്ന ടോപ്പിക്കാണ്. PDF എന്ന് പറഞ്ഞിട്ടുള്ള 299 ആണ് പ്രൈസ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യസഭയുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ ടോപ്പിക്ക് വന്നിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം. അതിന്റെ ക്ലാസ് ഞാൻ NCERTയുടെ ടോപ്പിക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു. നന്നായിട്ട് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് എന്നോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിൽക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരീക്ഷ വരെ ഞാൻ ഗൈഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഓരോരുത്തരും കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.